ഇന്ത്യ മുന്നണി കുതിരക്കച്ചവടം നടത്തി ഗവൺമെന്റ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് എഐസിസി അംഗവും കെപിസിസി വക്താവുമായ അഡ്വക്കേറ്റ് അനിൽ ബോസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികം പ്രമാണിച്ച് എഐസിസി റിയാദ് സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിച്ച ഓർമ്മയിൽ ഒസി എന്ന പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു അദ്ദേഹം. ഇന്ത്യ സഖ്യത്തിന് ഗവൺമെന്റ് ഉണ്ടാക്കാൻ 32 എംപിമാരുടെ പിൻബലം മതി. ഇപ്പോൾ തന്നെ ബിജെപിയോടും സഖ്യകക്ഷികളോടും ഒപ്പം നിൽക്കുന്ന 15ഓളം എംപിമാർ രാജ്യസന്നദ്ധ പ്രതിപക്ഷത്തെ അറിയിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര, ഹരിയാന തിരഞ്ഞെടുപ്പ് വരികയാണ്. ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ തീരുമാനമെടുക്കും. കുതിരക്കച്ചവടത്തിന് ഞങ്ങളില്ല, അട്ടിമറി ശ്രമത്തിനില്ല, ക്രിയാത്മകമായ പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്നും അഡ്വക്കേറ്റ് അനിൽ ബോസ് പറഞ്ഞു. ഇന്ന് ബിജെപി മുന്നണി ഗവൺമെന്റിന് പിന്തുണ കൊടുക്കുന്ന പാർട്ടികളിൽ പെടുന്നവരും ഒരു പിന്തുണയും കൊടുക്കാതെ നിവർത്തികേടിന്റെ പേരിൽ നിശബ്ദത പാലിക്കുന്ന ജനപ്രതിനിധികളും മാത്രം നിലപാടെടുത്താൽ നമുക്ക് ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ നിലപാടെടുക്കുന്നതിനാവശ്യമായ പോസിറ്റീവ് മെസ്സേജ് നമ്മുടെ പാർട്ടിക്ക് തുടക്കം തൊട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഏത് സമയവും നമുക്ക് ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയും. നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ വേണ്ട, കുറച്ചുകൂടെ അങ്ങോട്ട് പോട്ടെ. ഇന്ത്യയിൽ ഇനി ജാതി പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ സാധിക്കില്ല എന്നതിനുള്ള തെളിവാണ് യുപിയിലെ വാരണാസി ജില്ലയിലെ ബിജെപിക്ക് കിട്ടിയ തിരിച്ചടി. അധികാര രാഷ്ട്രീയത്തിനു വേണ്ടി മതത്തെ ഉപയോഗിച്ച് ജനങ്ങളെ തമ്മിലടിക്കാൻ ശ്രമിച്ചതിന് കിട്ടിയ ജനവിധിയാണ് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂരിലെ മുരളിയുടെ തോൽവി പാർട്ടി കൃത്യമായി പഠിച്ചു വിലയിരുത്തും. കോൺഗ്രസിന് വോട്ട് ചെയ്തിരുന്ന ഒരു വിഭാഗത്തിന്റെ വോട്ട് സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല, സുരേഷ് ഗോപി പോലും ഇതൊരു രാഷ്ട്രീയ വിജയമായി കാണുന്നില്ല. പിണറായി സർക്കാർ പൂർണ്ണ പരാജയമാണെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സംസ്ഥാനത്ത് അധികാരത്തിലെത്തുമെന്നും അനിൽ ബോസ് പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ OICC ഭാരവാഹികളായ സജീർ പൂന്തുറ, നവാസ് വെള്ളിമാടുകുന്ന്, ഷംനാഥ് കരുനാഗപ്പള്ളി, അഷ്റഫ് മേച്ചേരി എന്നിവരും പങ്കെടുത്തു. ജീവൻ ന്യൂസ്, റിയാദ്.